മീശക്കാരൻ മാധവന് ദോശ തിന്നാൻ നാശ, ദോശ തിന്നാൻ കാശിനായി തപ്പി നോക്കി കീശ. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അഗ്ല വ്ലോഗ്സ് ആൻഡ് സ്റ്റഡീസ്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ടൊരു മുത്തശ്ശിക്കിഴി ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കണ്ടു നോക്കാം. നാട്ടിലൊക്കെ ഞാൻ കാണാറുണ്ട്, എന്താ പറയുക, അമ്മമാർ പഴയ മുണ്ടൊക്കെ ഈ അലക്കി വൃത്തിയാക്കി വെച്ചിരിക്കും. എന്നിട്ട് അത് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ദോശക്കല്ല് നമ്മൾ എണ്ണ മുക്കിയിട്ട് ദോശ ഉണ്ടാക്കും. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പഴയകാല ഓർമ്മകളും നൊസ്റ്റാൾജിയൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണ്. ഞാനത് ഇവിടെ UK വന്നിട്ടാണെങ്കിലും ഞാനത് അങ്ങനെ ആക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കണമെന്ന്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ ഇതണക്കൊരു മുണ്ടിൻ്റെ, അതായത് മുണ്ട്, ഒരു ഫുൾ മുണ്ട്, കോട്ടൻ്റെ മുണ്ട് അലക്കിയിട്ട്, അതായത് നമ്മൾ അലക്കല്ല, ഇത് വേറെ ആൾക്കാരുടെ കൊടുത്തിട്ട് അവർ ഭയങ്കര ക്ലീൻ ആക്കിയിട്ട് തരും. അങ്ങനെ അലക്കി വൃത്തിയാക്കി ഒരു മുണ്ട് എൻ്റെ ഒപ്പം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പർപ്പസ് ഇത് തന്നെയാണ് കേട്ടോ, മുത്തശ്ശിക്കിഴി ഉണ്ടാക്കുക തന്നെ. ഇതേപോലെ ഒരു ചതുരത്തിലൊരു തുണി എടുക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരു നീളത്തിലൊരു കഷ്ണം തുണി കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ജസ്റ്റ് മുണ്ടൊക്കെ പെട്ടെന്ന് ഇതായി പോരും. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ കീറി എടുക്കുക. അതിനുശേഷം ഒന്നുമില്ല, നമ്മൾ കിഴിയുടെ ഷേപ്പിൽ ചുറ്റി എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. 30 സെക്കൻഡ്സ് എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കാൻ തന്നെ. എന്നിട്ട് ഇതിങ്ങോട്ട് നമ്മൾ ബാക്കി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ തുണിയില്ലേ, അത് വിട്ട് നമ്മുടെ മുത്തശ്ശിക്കിഴിയെ ഇങ്ങനെ അങ്ങോട്ട് ചുറ്റുക. സംഭവം റെഡി. ഇതാണ്ട. സോ ഇതാണ് ഞാൻ പറഞ്ഞ മുത്തശ്ശിക്കിഴി. എങ്ങനെയുണ്ട്? നമ്മളുണ്ടാക്കിയ മുത്തശ്ശിക്കിഴി ഉണ്ടല്ലോ, അത് നമ്മൾ ദോശക്കല്ല് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയണ്ടേ? നോക്കി നോക്കാം. കമോൺ. അപ്പം ഞാൻ ഓൾറെഡി ഇതെൻ്റെ മഞ്ചാടിക്കുപ്പിയാണ് കേട്ടോ. ഇതിനകത്താണ് ഞാൻ നമ്മുടെ മുത്തശ്ശിക്കിഴിനെ സൂക്ഷിക്കുന്നത്. ഞാൻ ഓൾറെഡി കുറച്ച് എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മുക്കിയിട്ട് നമ്മുടെ ദോശക്കല്ലിലേക്ക് ഇതാ ഇങ്ങനെ പരത്താം. എന്നിട്ട് ദോശ അങ്ങോട്ട് ചുട്ടെടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ തീരുമാനിക്കൂ, ഇത് വേണോ ഇത് വേണോ. So thank you for watching. Bye bye.